ഒരാൾ ചോദിക്കും 1400 വർഷങ്ങൾക്കധികം പിന്നിട്ട ആ ഒരു ജീവിതത്തെ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാൻ എങ്ങനെയാണ് അടുത്തറിയുക? ഏത് സ്രോതസ്സുകളാണ് ഞാൻ അതിന് ഉപയോഗിക്കേണ്ടത്? ഏതാണ് സീറയുടെ പ്രവാചക ചരിത്രത്തിന് ഒന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്രോതസ്? പല ആളുകൾ ഉടൻ തന്നെ ഉത്തരം പറയും ഇബ്നു ഹിഷാമിന്റെ സീറ ഗ്രന്ഥം അല്ലെങ്കിൽ ഇബ്നു ഇസ്ഹാഖിന്റെ ഗ്രന്ഥം എന്നെല്ലാം മറുപടി പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിട്ട് പ്രവാചക ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്രോതസ് എന്നുള്ളത് തെറ്റുപറ്റാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല കലാമാണ്, അള്ളാഹുവിന്റെ വചനങ്ങളാണ്, പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ആ പ്രവാചകന്റെ ജീവിതം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒപ്പിയെടുത്ത് ഖുർആനിൽ അവതരിപ്പിക്കുന്ന. നേരത്തെ ഞാൻ പറഞ്ഞു ഖുർആന്റെ കോണ്ടക്ട് എന്നുള്ളത് പ്രവാചകന്റെ ജീവിതമാണ്. എത്രത്തോളം വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പുള്ള ചരിത്രം മുതൽ ഖുർആൻ ആരംഭിക്കാൻ. അപ്പൊ നമുക്കറിയാം സൂറത്തുൽ ഫീലിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, പ്രവാചകന്റെ ആ ജനിക്കുന്ന വർഷം അതല്ലെങ്കിൽ തൊട്ടു മുമ്പ് നടന്ന ആ ഒരു ആനക്കലഹ സംഭവം അത് മുതൽ ആരംഭിക്കാൻ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നു. അതിനുശേഷം പ്രവാചകൻ നമുക്കറിയാം വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയാണ്. അലം യജിദിക യതീമൻ ഫആവ സൂറത്തുൽ ദുഹ. അതേപോലെ തന്നെ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഓരോന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ വിശദമായിട്ട് അതിലേക്കെല്ലാം കടന്നു വരും.